അങ്ങനെ ഒരു പൂരക്കാലം കൂടി വരവായി. നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പറമ്പിൻ്റെ നേരെ അങ്ങ് ദൂരെയായിട്ട് ഒരു അമ്പലമുണ്ട്. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ആണ്. അപ്പോൾ അതിൻ്റെ ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരൻസൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്ന കാലത്ത് താമസിക്കാൻ ആദ്യമായി വന്ന ദിവസം ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ദിവസമായിരുന്നു എന്ന് ചാച്ചനൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ദൂരേക്ക് അന്ന് പാടമായത് കാരണം ദൂരേക്ക് നോക്കി അവർ കാണാൻ പറ്റും, നല്ല വെളിച്ചവും ആരവങ്ങളും ഒക്കെ കേൾക്കായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നതിന് പിന്നീട് എല്ലാ പൂരക്കാലവും ഇവിടെ അപ്പച്ചനും മക്കളും എല്ലാവരും കൂടെ അവിടെ പോവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എല്ലാ വർഷവും. അതേപോലെ ഞങ്ങളും പോവാറുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ വന്നതിന് ശേഷം ഈ പൂരം എന്ന് വാക്കുന്ന തൃശ്ശൂർ എത്തിയതിന് ശേഷമാണ് കേട്ട് തുടങ്ങിയത്. നമ്മളുടെ നാട്ടിൽ ഇതൊക്കെ ഉത്സവങ്ങളാണ്. ഉത്സവം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് തെരനാട് മഹാക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പം നമുക്കൊരു 10 ദിവസം അവിടെ ഉത്സവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ 10 ദിവസവും അവിടെ നിറയെ പ്രോഗ്രാമുകളുണ്ടാവും എല്ലാ ദിവസവും. അതിൽ ചില 2-3 ദിവസങ്ങളിലെങ്കിലും ഫുൾ ഓവർനൈറ്റ് പ്രോഗ്രാമായ ഈ ബാലെ എന്ന് പറയുന്ന നാടകം പോലെയുള്ള ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ഉണ്ടാവും. നാടകം ഉണ്ടാവാറില്ല. പിന്നെ ഓട്ടംതുള്ളൽ, കഥകളി അങ്ങനെയൊക്കെയുള്ള ഇത്. അപ്പോൾ ഈ ഓവർനൈറ്റ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി പ്രോഗ്രാം കാണാൻ പോകും. കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ വല്ല പേപ്പറോ തുണിയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടാണ് പോകുന്നത്. മണലിൽ അത് ഇങ്ങനെ അമ്പലമുറ്റത്ത് വലിയ ഗ്രൗണ്ട് ഉണ്ടാവും, അവിടെ വിരിച്ചിട്ട് അവിടെ ഇരുന്നങ്ങ് കാണും. കണ്ട് കുറേ കഴിയുമ്പോഴത്തേക്കും കുട്ടികളല്ലേ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. കാരണന്മാരൊക്കെ വലിയവരൊക്കെ ഇരുന്ന് കാണും. അപ്പോൾ നമുക്കതൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അവിടെ പോയി ഉറങ്ങാനാണെങ്കിൽ പോലും പോകാൻ ഭയങ്കര ആകാംക്ഷയാണ്. അങ്ങനെ കുറേ പ്രോഗ്രാമുകളൊക്കെ കാണും. ഇതെല്ലാം കഴിഞ്ഞ് ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ ഒരുപാട് കടകൾ, വളകളുടെ, പൊട്ടുകളുടെ, മാലകളുടെ ഒക്കെ കടകളുണ്ട്. അപ്പം നമ്മൾക്ക് ഇതൊക്കെ വാങ്ങിക്കും. നമ്മൾ ആദ്യമായിട്ട് അന്നൊന്നും ലേഡീസ് സ്റ്റോറൊന്നുമില്ല. അപ്പോൾ ഈ വക സാധനങ്ങൾ കാണാൻ കിട്ടുന്നത് ആ സമയത്താണ്. അപ്പം അമ്മയുടെ അപ്പൻ്റെയൊക്കെ കൈയൊക്കെ പിടിച്ച് കൊണ്ടുപോയി അവിടെ വാങ്ങിപ്പിക്കും സാധനങ്ങളൊക്കെ. ഇതെല്ലാം കഴിഞ്ഞ് 10 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നീടുള്ള ഈ കടകളെല്ലാം പോയി കഴിയുമ്പോഴുണ്ടല്ലോ ഈ ധാരാളം വളപ്പൊട്ടുകളുണ്ടാവും ആ സ്ഥലത്തെ. അപ്പോൾ നമ്മളതെല്ലാം പോയി പെറുക്കിയെടുക്കും. അമ്പലത്തിൽ വെറുതെ പോയിട്ട് അമ്പലത്തിനകത്തേക്ക് കയറണ്ട.